ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്നാണ്. അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 30ഓളം സീറ്റുകളിൽ വ്യാജമായി വോട്ട് നിർമ്മിച്ച് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിട്ടാണ് BJP സർക്കാർ അധികാരത്തിലേറിയത് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിനായി അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞിട്ടുള്ളത് കർണാടകയിലെ ഒരു മണ്ഡലത്തിൽ 1,14,000 വോട്ടുകൾ വ്യാജമായി നിർമ്മിച്ച്, വ്യാജവിലാസത്തിൽ വ്യാജമായി നിർമ്മിച്ച് 1,14,000 വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർത്ത് അങ്ങനെ വോട്ടുണ്ടാക്കി ഈ 1,14,000 വോട്ടുകൾ ചെയ്തിട്ടാണ് അവിടെ 33,000 വോട്ടിന് BJP ജയിച്ചതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഇത് സത്യമാണോ? ഇത് സത്യമാണെങ്കിൽ ജനാധിപത്യം മരിച്ചു എന്ന് തന്നെയാണ് സത്യം. കാരണം നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് അല്ലെ. ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഇന്ത്യയിൽ ജനാധിപത്യം മരിച്ചു എന്നൊക്കെ വോട്ടർ പട്ടികയൊക്കെ തിരുത്തി അങ്ങനെയൊക്കെ അധികാരത്തിലേറേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരു പാർട്ടിക്കും അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. BJPക്ക് ചെയ്യാം, കോൺഗ്രസിന് ചെയ്യാം, ലീഗിന് ചെയ്യാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വോട്ട് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമാണ്. അതാണ് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ജനാധിപത്യം ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി വോട്ടുകൾ വ്യാജമായി നിർമ്മിച്ച് വോട്ട് ചെയ്ത് ഒരു പാർട്ടി അധികാരത്തിൽ എത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ BJP ഏതെങ്കിലും പാർട്ടിനോട്, ഏത് പാർട്ടിനോട് അടുത്ത് നിൽക്കുന്ന പാർട്ടിയാണെങ്കിലും ശരി, ആ പാർട്ടി അങ്ങനെ ചെയ്തു പറഞ്ഞാൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ജനാധിപത്യം ഒരിക്കലും അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരേ പാർട്ടി തന്നെ അതായത് നമുക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു രീതിക്ക് കാര്യങ്ങൾ എത്തും. അതുകൊണ്ടാണ് നമ്മൾ വോട്ട് ചെയ്ത് പാർട്ടിയെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ വോട്ട് മറിച്ച് ചെയ്യുന്നത്. ഒരു പാർട്ടിക്ക് നമ്മൾ കൊടുക്കുകയില്ല വോട്ട് അല്ലെ. നമുക്ക് ഇഷ്ടപ്പെട്ട, നമുക്ക് പറ്റില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു പാർട്ടിക്ക് നമ്മൾ വോട്ട് ചെയ്തിട്ട് ആ പാർട്ടിനെ നമ്മൾ കൊണ്ടുവരും. അങ്ങനെയുള്ള ജനാധിപത്യ രാജ്യത്ത് വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ട് വ്യാജമായി നിർമ്മിച്ച് അധികാരത്തിലേറി എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിൽ സത്യമുണ്ടോ എന്താ എന്നറിയില്ല. ബാക്കിയുള്ളത് ഇലക്ഷൻ കമ്മീഷനും കൂടി തീരുമാനിച്ചിട്ട് ഇത് സത്യമാണോ എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ എന്നാലും അതിലൊരു കാര്യം കൂടി, ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് DK ശിവകുമാറും സിദ്ധരാമയ്യയും ഭരിക്കുന്ന കർണാടകയിൽ 1,14,000 വോട്ട്, അതായത് ബാംഗ്ലൂരു സെൻട്രലിലെ ഒരു മണ്ഡലത്തിലാണ് 1,14,000 വോട്ടിന് വ്യാജമായി നിർമ്മിച്ച് അവിടെ BJP 33,000 വോട്ടിന് ജയിച്ചു എന്ന് പറയുന്നത്. ഈ 33,000 വോട്ടിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 1,14,000 വോട്ടിൽ അവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോൺഗ്രസ് അവിടെ അറിഞ്ഞില്ല? കോൺഗ്രസ് ഒരു ഇന്ത്യയിലെ ശക്തമായ സ്ഥലങ്ങളിൽ കോൺഗ്രസിന് ഏറ്റവും പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ് കർണാടക അല്ലെ. ഏകദേശം 90ഓളം സീറ്റിൽ ജയിച്ചിട്ടാണ് കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് അവിടെ അധികാരത്തിലേറിയിട്ടില്ല. നല്ല സംഘടനാ ശക്തിയുള്ള ഒരു സ്ഥലമാണ്. കോൺഗ്രസിന് നല്ല അതിശക്തമായ സംഘടനാ ശക്തിയുള്ള ഒരു സ്ഥലമാണ് കർണാടക. എന്നിട്ടും ഈ കോൺഗ്രസ് അറിയാതെ എങ്ങനെ അവിടെ ഈ ഇത്രയും 1,14,000 വോട്ടുകൾ അവിടെ വ്യാജമായി നിർമ്മിച്ച് വ്യാജ അഡ്രസ്സിൽ ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ DK ശിവകുമാറാണ് അവിടുത്തെ ആഭ്യന്തരമന്ത്രി, സിദ്ധരാമയ്യ അവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ഇത്രയും വലിയ പവറുള്ള ഒരു സ്ഥലത്ത്, കോൺഗ്രസിന് പവറുള്ള ഒരു സ്ഥലത്ത് 1,14,000 വ്യാജ അഡ്രസ്സുകൾ നിർമ്മിച്ച് അവിടെ വ്യാജ വോട്ടുകൾ ചെയ്യാൻ സാധ്യമാണോ? അതും ഒരു ചോദ്യമാണ്. ഈ രണ്ട് ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പോ DK ശിവകുമാറും സിദ്ധരാമയ്യൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ ഈ അഡ്രസ്സുകൾ വ്യാജമാണോ, ഈ അഡ്രസ്സിൽ ആളുണ്ടോ, അതായത് ഒരു അഡ്രസ്സിൽ, ഒരു റൂമിന്റെ അഡ്രസ്സിൽ 80ഓളം ആളുകൾ വോട്ട് ചെയ്തു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 80ഓളം വ്യാജ ID പ്രൂഫുകൾ ഉണ്ടാക്കി 80ഓളം ആളുകൾ ഒരു റൂമിന്റെ അഡ്രസ്സിൽ വോട്ടുകൾ ചേർത്തു എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഇത് സാധ്യമാണോ എന്നുള്ളത് അന്വേഷിക്കുക തന്നെ വേണം. അത് സിദ്ധരാമയ്യയും DK ശിവകുമാറും അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇത് വ്യാജമായി അവിടെ നിർമ്മിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത്, മണിക്കൂറുകൾക്കുള്ളിൽ അത് സത്യമാണോ എന്നുള്ളതും ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല. എന്തു തന്നെ ആയാലും ജനാധിപത്യം നിലനിൽക്കട്ടെ. അട്ടിമറിയിലൂടെ ഭരണം നേടിയിട്ട് യാതൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല.
ജനാധിപത്യം എപ്പോഴും നിലനിൽക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ബൈ.